അസ്സലാമു അലൈക്കും. എന്നൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സിമ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ എന്താ പറയുക, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇന്നലെ ചെയ്ത ബാക്കി വീഡിയോസാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മല മുകളിലേക്കായിട്ടാണ് ഈ ഗാർഡൻ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ചെടികളും പൂക്കളും പല രീതിയിലും ഇങ്ങനെ വെച്ചതാ. സൺഫ്ലവർ ആണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ സൺഫ്ലവർ തന്നെയാണ് വരുന്നത്. പിന്നെ അതുകൊണ്ട് എന്താ പറയുക, ഈ ഒരു ചെടിയാണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ അതൊക്കെ ഒരു ഇലച്ചെടികളാണ് വരുന്നത്, അഗ്ലോണിമ ചെടികൾ. അത് പല കാറ്റ്ലിയുണ്ട്, അഗ്ലോണിമുണ്ട്, അങ്ങനെ ഇലച്ചെടികൾ ഒരുപാട് ഇലച്ചെടികളുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ തട്ട് തട്ടായിട്ട് തിരിച്ചിട്ട് എന്താ പറയുക, ഓരോ പിന്നെ മതിലിൻ്റെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ചെടികൾ വെച്ചിട്ട് അത് വേണ്ടത്ര വളർച്ചയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ വളരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും ഇത് തന്നെ ഈ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, തിരക്ക് വളരെ കുറവായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ജനം അങ്ങനെ ഒഴുകുകയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ നല്ല രസം തന്നെയാണ് കേട്ടോ. മുകളിലെത്തിക്കഴിഞ്ഞാൽ മുകളിലത്തെ കാഴ്ചകളെ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ ഒരുപാട് ചെടികളുണ്ട്, അതിനിടയിൽ മുളകൾ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഓരോ കരവിരുതുകൾ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല, എന്നാലും നല്ല രസം തന്നെ ഉണ്ട്. വീണ്ടും നമ്മളെ മല്ലിക മെയിനായിട്ട് വരുന്നത്, ഇവിടുത്തെ മെയിനായിട്ട് വരുന്നൊരു ചെടിയിൽപ്പെട്ടത് നമ്മളെ മല്ലിക തന്നെയാണ്. പിന്നെ ഈ എന്താ ഒരു സൈസ് ആന്തൂറിയം ലീഫ് വരുന്ന ആന്തൂറിയം അതുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ ഒരു ചെടികളുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അത്ര ഒരു ഭംഗി കിട്ടിയെന്ന് വരികയില്ല. ഹൈഡ്രാഞ്ചിയ ചെടികൾ വരുന്നുണ്ട്. ഇത് ചിരട്ടയാണ് കേട്ടോ സംഭവം. ചിരട്ടിമേൽ ഒരു പണി എടുത്തതാണ്, ഒരു കലാകാരൻ ചെയ്തൊരു പണിയാണ് കേട്ടോ. ഇത് ഒരു നെറ്റിമേലാണ് വരുന്നത്. തേനീച്ചയാണെന്നാണ് തോന്നുന്നത്. ഇത് നല്ലൊരു രസമായി കേട്ടോ. ഗാർഡൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ പൊന്നാമകൾ, അതൊക്കെ നമുക്കിപ്പോൾ കുട്ടികൾ കാണാത്തൊരു സംഭവമാണല്ലോ. പിന്നെ ഹൈഡ്രാഞ്ചിക, നല്ല നല്ല കളറിലും ഭംഗിയിലുള്ള ഹൈഡ്രാഞ്ചികകളുണ്ട്. വൈറ്റ് വരുന്നുണ്ട്, വയലറ്റ് വരുന്നുണ്ട്, നീല വരുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, കുറേ വെറൈറ്റി പ്ലാന്റുകളുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇന്ന ദിവസം 30-ാം തീയതിയോ അങ്ങനെ മാത്രമേ അവിടെ വിൽപ്പന ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ ഇത് വയലറ്റ് കാണാൻ. ഇത് അങ്ങനെ പിന്നെ വന്നിട്ട് ഫുള്ള് ഒരു ഭാഗം ഫുള്ള് കുറേ ദൂരം വരെ ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് ഡാലിയ പ്ലാന്റുകളാണ്. അതും നല്ല എന്താ പറയുക, പല പല വെറൈറ്റിയിൽ വരുന്ന, ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്ലാന്റുകളെല്ലാം ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ഇതുകൾ കാണാൻ ഓരോ കലാകാരന്മാരെ ഓരോ കഴിവുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളൊരു കാട്ടുകൂടൊക്കെ ഇങ്ങനെ നടക്കുന്നോണൊക്കെ തോന്നും കേട്ടോ. നല്ല രസം തന്നെയാണ്. എൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണം കേട്ടോ. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകാൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ബൈക്കിൽ ആൾക്കാർക്ക് പോകുന്നുണ്ട് കേട്ടോ. ബൈക്കിൽ ആൾക്കാർ പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്ത് കച്ചവടങ്ങളൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ കാണും കേട്ടോ. അവർക്ക് പെർമിഷൻ ഉണ്ടാവും, നമുക്ക് ബൈക്ക് അങ്ങോട്ട് കാറും ബൈക്കൊന്നും കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഇല്ല. അപ്പൊ അത് കാണിട്ട് കേട്ടോ ഞങ്ങള് നല്ല രസമാണ്. നടക്കാൻ ആവതും ആരോഗ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറച്ചു നേരം സ്ഥലം കേട്ടോ. Please explain which plant or which flower is this? ഏറ്റവും മലന്റെ മുകളിൽ എത്തിയാലും നല്ല രസമുണ്ട്. നല്ല ഭംഗി തന്നെയുള്ളൊരു നമുക്ക് അറിയുന്ന പിക്ചർ ഇംഗ്ലീഷ് ആണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഭാഗത്തും ഓരോരോ മരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓരോരോ ചെടികൾ, ആയുർവേദ മരങ്ങളുണ്ട്, പിന്നെ അല്ലാത്ത ഓരോ മരങ്ങളുണ്ട്, ബാമ്പുകളുണ്ട്. ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാനും നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ വരുന്നത്.
see butterfly. പിന്നെ ഇവിടെ അപ്പം ഏതാണ്ട് നമ്മള് മലിന്റെ മുകളിൽ എത്തിട്ടോ, മുകളിൽ ഒരു ഭാഗത്ത് എത്തി. ഇവിടെ ഒരു പൂമ്പാറ്റകളെ ലോകം തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ എന്താ പറയാ, അതിനുള്ളിലേക്ക് ഇങ്ങോട്ട് കയറിയാല് കുറെ ചെടികള്, ബട്ടർഫ്ലൈ വരുന്ന ചെടികളാണ് കേട്ടോ. കുറെ ചെടികളുണ്ട്, നല്ല പൂമ്പാറ്റകളായിട്ട്. അപ്പൊ അതൊരു കാഴ്ച നമുക്ക് കാണാം കേട്ടോ. ദർശന കാട്ട്. Yes, I saw. I think so. Yeah, I saw. Oh, this is butterfly land. പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി പറക്കുന്നതുണ്ട്. നല്ലൊരു ഭംഗിയല്ലേ കാണാൻ. നമ്മളെ ചെറുപ്പകാലത്തിലേക്ക് എന്താ പറയാ ഒന്ന് ഓർത്തു പോകും. ഇങ്ങനെ പൂമ്പാറ്റകളെ ഇങ്ങനെയൊക്കെ നമ്മൾ കളിച്ച് നടന്നൊരു കാലം. ഇങ്ങനെ പൂമ്പാറ്റകളും തുമ്പികളും ഒക്കെ ആയിട്ടുള്ളൊരു കാലമായിരുന്നല്ലോ. കണ്ടേടിയതോ അതല്ലേ ആ സോങ് അല്ലേ? ഇതൊക്കെ ഇതിന്റെ മുകളിലെ ഭാഗത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്, ഓരോ ഭാഗത്തായിട്ട് വരുന്നത്. ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്തുമസ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നതാട്ടോ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് മറ്റേ പാം ഓയിലിന്റെ ആ പനയാട്ടോ വരുന്നത്. ഇതിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് വരുന്നത്. വേണ്ടി സ്ഥലത്തെത്തി ഗൈസ്. അപ്പൊ നമ്മൾ ഏറ്റവും മുകളിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ, ഫ്ലവർ ഷോയിൽ ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച എന്ന് വെച്ചാൽ ഈ ഓർക്കിഡിന്റെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഇവിടെ ഒരുപാട് ഓർക്കിഡുകൾ തന്നെയാണ് കേട്ടോ കാണാൻ. പിന്നെ ഓരോ ഭാഗത്തേക്ക് വന്നാൽ ഇതാ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ പറയുക, ഓരോ ഭാഗത്തും ടോയ്ലറ്റുകൾ, നമുക്ക് വെള്ളം കുടിക്കാനുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഏറ്റവും മുകളിലത്തെ ഒരു മനോഹരമായ കാഴ്ച തന്നെ കേട്ടോ. അത് ഫുള്ള് ലൈറ്റാണ്, ലൈറ്റിൽ വരുന്നതാണ്. നമ്മൾ രാത്രിയാണ് അത്രക്ക് ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുന്ന രണ്ട് മൂന്നല്ല കുറേ മരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഈന്ത് മരം. ആ ഈന്ത് മരം ഇവിടെ ഉണ്ട് കേട്ടോ. അത് കുറേ എണ്ണം ഇവിടെ നിലനിർത്തിയിട്ട്, പിന്നെ അതുകൊണ്ട് അടീനിയൻ ചെടികൾ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഭംഗി ഇതിൻ്റെ മുകളിലെത്തിയാലുള്ളൊരു സംഭവം ഇതാണ്. സ്റ്റേജാണ് നിങ്ങൾ ദൂരെ കാണുന്നത്. ഇത് ഇങ്ങനെ സ്റ്റെപ്പായി തട്ടായിട്ട് ഇങ്ങനെ തട്ട് തിരിച്ചിട്ട് പച്ചപ്പ് വിരിച്ച് റെഡിയാക്കി വെച്ചതാട്ടോ. അവിടെ വന്നിരുന്ന് അപ്പുറത്തെ മലമുകളിലെ കാറ്റൊക്കെ കൊണ്ടങ്ങനെ വൈകുന്നേര സമയമൊക്കെ ഇരിക്കാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ മുകളിൽ ഒരു റോസ് ഗാർഡൻ വരുന്നുണ്ട്. വിവിധ തരം, ഒരുപാട് തരം തന്നെ പറയട്ടോ റോസുകളുണ്ട്. പിന്നെ ഇവിടെ കുറേ ഷോപ്പുകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഓരോ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങൾ അതുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്. നിങ്ങളെ കുടുംബത്തിൽ ഒക്കെ ആരെങ്കിലും ഇങ്ങനെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ എന്നെ കുടുംബത്തിനെയും പെടുത്തും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.